ഗൈസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു അൺബോക്സിങ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആസഫ് പെർഫ്യൂംസിൻ്റെ 3 ലൈക്ക് ടൊബാക്കോ ജാം, വൈൽഡ് കോട്ട് ആൻഡ് വൈൽഡ് കോട്ട് ടൊബാക്കോ. ഒരുപാട് പേരെന്നോട് ചോദിച്ചു ലൈക്ക് അതിൻ്റെ റിവ്യൂ എത്രയും പെട്ടെന്ന് ഇടുക. കാരണം എന്താണെന്ന് വെച്ചാൽ 200 ml ബോട്ടിൽസ് ആണ്. ആൻഡ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ പറയുവാണെങ്കിൽ ഏകദേശം ഒരു 110 ദിറവേ വരുന്നുള്ളൂ. ആ ഒരു റേറ്റിൽ ഇത്രയും ക്വാണ്ടിറ്റി പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരിയല്ല. ആൻഡ് ദ ബ്രാൻഡ് ഓൾസോ ഈസ് വെരി ലൈക്ക് ഫേമസ് വൺ. നമുക്ക് ക്വാണ്ടിറ്റി മാത്രം പോരല്ലോ, അപ്പോൾ ക്വാളിറ്റിയും കൂടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഞാൻ ഓരോന്നിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഒരുപാട് പേര് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് വൈൽഡ് കോട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് വിത്ത് വൈൽഡ് കോട്ട് ടൊബാക്കോ ആയിരിക്കും ബെസ്റ്റ്. ഒരു കാര്യമുണ്ട്, ലൈക്ക് ഇതിൻ്റെ ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആണ്. ലൈക്ക് പെക്കോറബാൻ്റെ 1 മില്യൺ സീരീസ് ഒക്കെ ചെയ്തേക്കുന്നത് ക്രിസ്റ്റഫ് ബ്രയൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്നാണ് പറയുന്നത്. Let's unbox this and do the needful. Okay, stay tuned. ഇങ്ങനെ ബോട്ട്ലിംഗ് അല്ലേ എൻ്റെ പൊന്നടാവേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ തന്നെ ഒരു മുതലാണ്. ഒരു റോയൽ ഹെവി ഐറ്റം എന്നൊക്കെ പറയാം. റിച്ച് ലുക്ക് വരുന്നത്, ഫ്രാഗ്രൻസും അതുപോലെ തന്നെയാണ്. അടിപൊളി ഐറ്റമാണ് കേട്ടോ. എനിക്ക് ആഗ്രഹമുള്ളൂ ഇത് നല്ല ലോഞ്ചിറ്റിവിറ്റിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ. ഞാൻ സ്ട്രോങ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ബ്ലൈൻഡ് ബൈ എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ലൈക്ക് ഫ്രാഗ്രൻസ് പെട്ടെന്ന് പറയാം. ലൈക്ക് സ്റ്റാർട്ടിങ് വിത്ത് ഒരു ഫ്ലോറൽ കോമ്പിനേഷൻ ഉണ്ട്. ലൈക്ക് ജാസ്മിൻ്റെയും നീറോളിൻ്റെയും റോസിൻ്റെയും ഒരു ലൈക്ക് ഹണി സ്വീറ്റ്നെസ് ഉള്ള ഒരു ഫ്ലോറൽ കോമ്പിനേഷൻ. പിന്നെ സാൻഡൽവുഡ് വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഊത്. പിന്നെ ലൈക്ക് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അടിപൊളി കഴിഞ്ഞാൽ ഒരു സ്മോക്കി ലൈക്ക് ഒരു കാരമലൈസ്ഡ് ലെതറും ടൊബാക്കോൻ്റെ ഒരു കോമ്പിനേഷൻ. മൊത്തത്തിൽ ലൈക്ക് ഒരു ക്ലാസ് ഐറ്റം എന്നൊക്കെ പറയുന്നില്ല, ഒരു മസ്കുലിൻ റോയൽ എന്നൊക്കെ പറയുന്ന സാധനം. അടിപൊളി.